നമ്മുടെ വിഷയം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ജീവിതം എളുപ്പമല്ല, അതൊരിക്കലും എളുപ്പമാകാൻ ഉദ്ദേശിച്ചതുമല്ല. അതാണ് നാം എല്ലാവരും ആദ്യം നേരിടേണ്ട ആദ്യ സത്യം. ജീവിതം കഠിനമാണ്. ഏതൊരു യാത്രയുടെ ആദ്യ ചുവടുകളും ഭാരമായി തോന്നും. പുരോഗതി വളരെ മന്ദഗതിയിലായിരിക്കും. അത് കാണാൻ കഴിയുന്നത് നാം മുന്നോട്ട് നീങ്ങുമ്പോഴാണ്, ചെറിയ ചുവടുകൾ കൊണ്ട് ദിവസം തോറും. രണ്ടാമത്തെ സത്യം, നാം കരുതുന്നതിലും കുറവാണ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത്. എല്ലാം കൈപ്പിടിയിൽ പിടിച്ചു നിർത്താൻ നാം ശ്രമിക്കും, പക്ഷെ ജീവിതം നമ്മുടെ വാക്ക് കേൾക്കില്ല. നമുക്കുള്ള യഥാർത്ഥ നിയന്ത്രണം നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ്. അരാജകത്വത്തിൽ എങ്ങനെ ശ്വാസമെടുക്കുന്നു, വീഴ്ചയ്ക്ക് ശേഷം എങ്ങനെ വീണ്ടും എഴുന്നേൽക്കുന്നു, അതുമാത്രം നമ്മെ സ്വതന്ത്രരാക്കാൻ കഴിയും. വളർച്ചയ്ക്ക് അപകട സാധ്യത ആവശ്യമാണ്. അപകടം ഒഴിവാക്കി വളർച്ച പ്രതീക്ഷിക്കാനാവില്ല. ജീവിക്കുന്നത് തന്നെ അനിശ്ചിതത്വമാണ്, ദുർബലതയാണ്, അറിയാത്തതിലേക്ക് കടക്കലാണ്. അതിനെ കൃത്യമായി ഹെൻറി തോറ പറഞ്ഞിട്ടുണ്ട്. മരിക്കേണ്ട സമയം വന്നപ്പോൾ നാം ഒരിക്കലും ജീവിച്ചിട്ടില്ലെന്ന് തിരിച്ചറിയേണ്ട അവസ്ഥ വരരുത്. ഭയം ശത്രുവല്ല, അത് ഊർജമാണ്, ഉപയോഗിക്കപ്പെടാൻ കാത്തിരിക്കുന്ന അസംസ്കൃത ഇന്ധനം. അതിനുശേഷം വരുന്നത് ദ്വന്ദ്വം. വേദനയും സന്തോഷവും എപ്പോഴും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒന്നില്ലാതെ മറ്റൊന്ന് ഇല്ല. ഭയമില്ലാതെ ആത്മവിശ്വാസമില്ല, സംഘർഷമില്ലാതെ ആനന്ദമില്ല. ഇതാണ് മനുഷ്യാവസ്ഥ. ജീവിച്ചുകൊണ്ടാണ് നാം പഠിക്കുന്ന മറ്റൊരു സത്യം. ഇപ്പോൾ ഒരു കഠിന സത്യം, മിക്ക ആളുകളും നിങ്ങളുടെ പ്രശ്നങ്ങളെ സത്യത്തിൽ ശ്രദ്ധിക്കില്ല. അവർ ക്രൂരന്മാരൊന്നുമല്ല, അവർ അവരുടെ സ്വന്തം ജീവിതം രക്ഷിക്കാൻ തിരക്കിലാണ്. എല്ലാവരിൽ നിന്നും ആഴത്തിലുള്ള കരുതൽ പ്രതീക്ഷിക്കുന്നത് നിരാശയിലേക്കാണ് നയിക്കുന്നത്. പക്ഷേ ഈ സത്യം നിങ്ങളെ ശക്തരാക്കും, കാരണം ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നത് സ്വയം നിലനിൽക്കാൻ. അടുത്തത്, ദീർഘകാല സന്തോഷം വാങ്ങാൻ കഴിയില്ല. വസ്തുക്കളാലല്ല, സ്വത്തുക്കളാലല്ല, അനുഭവങ്ങൾ, ബന്ധങ്ങൾ, അർത്ഥവത്തായ നിമിഷങ്ങൾ, ഇവയാണ് യഥാർത്ഥ നിധികൾ. വസ്തുക്കൾ മങ്ങിപ്പോകും, പക്ഷെ ഓർമ്മകൾ ജീവിക്കും. ഓർമ്മിക്കുക, മാറ്റം സ്ഥിരമാണ്. ജീവിതം ഓരോ ദിവസവും മാറുന്നു. ഒരിക്കൽ സാവധാനമായി, ഒരിക്കൽ ദ്രുതഗതിയിൽ. പക്ഷെ നിങ്ങൾക്ക് ചേർന്നതല്ലാത്ത സ്ഥലത്ത് തുടരരുത്. മാറ്റത്തേക്കാൾ കൂടുതലായി അത് വേദനിപ്പിക്കും. അതുകൊണ്ട് ജീവിതത്തോടൊപ്പം ഒഴുകൂ, അനുസരിക്കൂ, വളരൂ. ഈ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളെ തകർക്കാനല്ല, അവ നിങ്ങളെ രൂപപ്പെടുത്താൻ, ശക്തമാക്കാൻ, വഴികാട്ടാൻ. നാം അവ സ്വീകരിക്കുമ്പോൾ ജീവിതത്തോട് പോരാടുന്നത് നിർത്തും, ജീവിക്കാൻ തുടങ്ങും. അതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ സത്യം. നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.